ശരീരം നമ്മളെപ്പോഴും വൃത്തിയോടെ കീപ്പ് ചെയ്യണം. കണ്ടോ? അതുകൊണ്ടല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ശരീരത്തിൽ പൊടിപടലങ്ങളോ അഴുക്കോ ഉണ്ടായാൽ ഒരാൾ ബാത്റൂമിൽ പോയിട്ട് ശരീരത്തിൽ അഴുക്കുകൾ നീക്കുകയാണ്, പൊടിപടലുകൾ നീക്കാൻ വൃത്തിയാവാൻ വേണ്ടി ഞാൻ കുളിക്കാണ്, സുന്നത്തായ കുളി ഞാൻ കരുതി കുളിക്കാണ് എന്ന് കരുതിയാൽ ആ കുളി ഇബാദത്താണ്. ആ നിയ്യത്തിന്റെ ഫലം നോക്കുക. ശരിക്കും അങ്ങനെ നമ്മൾ നിയ്യത്ത് വെക്കണം. വൈകുന്നേരവും രാവിലെ ഒക്കെ കുളിക്കുമ്പോൾ വെറുതെ അങ്ങ് ഷവർ തിരിച്ചു പോകുന്നതിന് പകരം എൻ്റെ ശരീരത്തിൽ അഴുക്ക് നീക്കാൻ വേണ്ടി സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് നമ്മൾ കരുതണം. ഇസ്ലാമിൽ അത് ഇബാദത്താണ്. ഒരാളത് നിയ്യത്ത് വെക്കാതെ കുളിച്ചാൽ അയാളുടെ സോപ്പിന്റെ പതയും വെള്ളമൊക്കെ പൈപ്പിലൂടെ നേരെ വാഴത്തോട്ടത്തിലേക്കോ തെങ്ങും തടത്തിലേക്കോ പോകും. നിയ്യത്ത് വെച്ചിട്ട് കുളിച്ചാൽ നേരെ ആ വെള്ളവും സോപ്പും മീസാന്റെ തട്ടിലേക്ക് പോകും. ചെറിയ വ്യത്യാസമുണ്ട്, ഇന്ന് മേലേക്കും താഴെ. എന്താ വേണ്ടി വെച്ചാൽ നമ്മൾ തീരുമാനിച്ചത്. കണ്ടോ? കുളി ഇബാദത്തായ ഒരു മതമാണ് നമ്മുടെ മതം. കണ്ടങ്ങള് നഖം മുറിക്കൽ, ആ മുറിക്കുന്നതിന്റെ ദിവസം സെലക്ട് ചെയ്യൽ, വിരൽ സെലക്ട് ചെയ്യൽ, അതിനൊക്കെ കൂലിയുണ്ട്. എന്തൊരു മതാന്ന് നോക്കിയാൽ നമ്മുടെ മതം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുക, നോമ്പെടുക്കുക എന്നുള്ളതല്ല. അത് മാത്രത്തിലായി ചുരുട്ടി വെക്കരുത്. പള്ളിയിലേക്ക് പോകുന്നു, സുഗന്ധം പുരട്ടൽ സുന്നത്താണ്. അവിടെയൊക്കെ നിയ്യത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നമ്മുടെ ഫിഖ്. ഒരാൾ സുഗന്ധം പുരട്ടുമ്പോൾ കരുതാണ് പള്ളിയിലുള്ളവർക്കൊക്കെ നല്ല റാഹത്താവണം. ഇന്ന് അങ്ങനെ കരുതിയാൽ എത്ര ആൾ മണക്കും അതിന്റെ അത്രയും കൂലി നമുക്ക് കിട്ടും. പള്ളിക്കും സന്തോഷമാവട്ടെ എന്ന് പറഞ്ഞാൽ പള്ളിയും ഒന്ന് സുഗന്ധപൂരിതാവട്ടെ. കുറെ അത്ര തേച്ച ആൾ പള്ളിയിൽ വരുമ്പോൾ പള്ളിയിലുണ്ടാവില്ല ഒരു പരിമളം. എന്റെ ശരീരത്തിൽ അഴുക്ക് അല്ലെങ്കിൽ ദുർഗന്ധം നീങ്ങാൻ വേണ്ടി കൂടിയാണ് എന്ന് കരുതിയാൽ ഒറ്റയടിക്ക് 3 സുന്നത്താവും. പിന്നെയും എത്ര ഹൈർ ഉദ്ദേശിക്കുന്നോ അത്രയും സുന്നത്തിന്റെ കൂലി ഒരു കർമ്മം കൊണ്ട് കിട്ടും. ഇമാം റാസി റളിയല്ലാഹു അൻഹു അത് വിശദീകരിക്കുന്നുണ്ട്. ഈ വിഷയം പറയാൻ വേണ്ടി മാത്രം മുല്ലാലി അൽ ഖാരി തങ്ങൾക്ക് ഒരു കിതാബുണ്ട്. ഇനി തിരിച്ച് ഒരാൾ അത്ര തേക്കുമ്പോൾ ഈ അത്ര ഏടുന്ന എല്ലാവരും ചോദിക്കണം. ഇതൊന്നും ഒരു മനുഷ്യന് കിട്ടൂല, ഇത് വേറെ തന്നെ ലെവലാണ്. അതിനെ കുറിച്ച് എന്താ കിതാബ് പറയുന്നത്? ഈ ചങ്ങായി ആഖിറത്തിലെത്തുമ്പോൾ ഡെഡ് ബോഡിയിൽ നിന്ന് വരുന്ന ദുർഗന്ധം ഉണ്ടല്ലോ, കറുത്ത് ആ ബോട്ടിയിൽ നിന്ന് വരുന്ന സാധനം, അതിനേക്കാൾ ദുർഗന്ധമായിട്ടും ഇവൻ വരുന്ന സമയത്ത് യൂറഫുൽ മുജ്രിമൂന ബിസീമാഹും, പിന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും അത്ര കൊണ്ട് കിബർ കളിച്ചവനാണെന്ന്. അവിടെയൊക്കെ നിയ്യത്തിന് വലിയ ഫലം കൊടുത്തു, പ്രാധാന്യം. മുസ്ലിമിന്റെ എല്ലാ കാര്യവും കിടക്കുന്നത് നിയ്യത്തിന്റെ മേല. അതുകൊണ്ട് സർവ്വ മുഹദ്ദിസുമാരും കിതാബ് തുടങ്ങുമ്പോൾ തന്നെ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ എന്ന് എഴുതി വെച്ചു. കേട്ടോ? അത് നമ്മളെപ്പോഴും വൃത്തിയായിരിക്കണം. നീക്കം ചെയ്യേണ്ട എല്ലാ രോമങ്ങളും നീക്കം ചെയ്യണം, നല്ല വൃത്തിയിൽ നടക്കണം. ഞാൻ പിന്നെ ഒന്നും ശ്രദ്ധിക്കാറില്ല. ശ്രദ്ധിക്കണം എന്നാ ഇസ്ലാം പറയണം. ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ദായിമാരായ ആൾക്കാർ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിരിക്കണം. തല മുതൽ കാല് വരെ നല്ല വൃത്തി കീപ്പ് ചെയ്യുക.